പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബാൻഡ്രയിലെ ഹിൽ റോഡ് വിസിറ്റ് ചെയ്യാനാണ് പ്ലാൻ. സോ അവിടെ പോയി കുറച്ച് ക്ലോത്ത് മാർക്കറ്റ്സ്, അങ്ങനെ കുറച്ച് മാർക്കറ്റ്സിലൊക്കെ കറങ്ങി കുറച്ച് ക്ലോത്ത്സ് ഒക്കെ മേടിക്കാനാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ വീക്കെൻഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതുകൊണ്ട് ഇന്ന് കുറച്ച് കറങ്ങി നടക്കാൻ ഓർത്തു. അങ്ങനെ മുംബൈ എക്സ്പ്ലോർ ചെയ്യാൻ ഓർത്തു. ഇതുവരെ ഞാൻ ബാൻഡ്രയിൽ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് ഈ ഒരു വീക്കെൻഡ് ബാൻഡ്രയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. സോ നമുക്ക് ഇനി ബാക്കി ബാൻഡ്ര വെച്ചാണ്. മുംബൈയിൽ ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ലോക്കൽ ട്രെയിൻസിൻ്റെ ഇമ്പോർട്ടൻസ്. അത് നമുക്ക് വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്, അതേപോലെ തന്നെ ട്രാഫിക് ഫ്രീ ആണ്. ഞങ്ങളും ഇന്ന് ബാൻഡ്രയിൽ പോണത് ലോക്കൽ ട്രെയിൻസിലാണ്. ഞാൻ പറയാം, നമ്മൾ മുംബൈയിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടതാണ് മുംബൈ ലോക്കൽ ട്രെയിൻസ്. ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ വീഡിയോസൊക്കെ എടുത്തിരുന്നു. ഇതാണ് ബാൻഡ്ര സ്റ്റേഷൻ. ഒരു യൂണിക് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ആയിരുന്നു സ്റ്റേഷന്. ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റേഷൻസും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, ബട്ട് ബാൻഡ്ര ഈസ് ലുക്കിംഗ് ഗുഡ്. സ്റ്റേഷനിൽ നിന്ന് പിന്നെ ഹിൽ റോഡിലേക്ക് നമുക്കൊരു ഓട്ടോയ്ക്കാണ് പോവേണ്ടത്. ഞങ്ങളങ്ങനെ ബാൻഡ്രയിലെത്തി. ബാൻഡ്ര സ്റ്റേഷനിൽ ഷെയർ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് തനാസിനെ മീറ്റ് ചെയ്യും. ഹായ് തനാസ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നത്. സ്റ്റേഷനിൽ നിന്ന് ഹിൽ റോഡ് എത്താനായിട്ട് മാക്സിമം ഒരു 15 മിനിറ്റ്സ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡഡ് ആയിരുന്നു. ബട്ട് കുറേ യൂണീക്ക് ടോപ്സ്, അതേപോലെ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഓൾ വി നീഡ് ടു ഡൂ ഈസ് നമ്മൾ അതിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ബാർഗെയിനിങ് സ്കിൽസും നല്ലതായിരിക്കണം. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയതുകൊണ്ട് എനിക്കധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ശരിക്കും കുറേ വീഡിയോസ് എടുത്ത് വ്ളോഗ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്, ബട്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കറങ്ങി ഏതോ കുറേ ഡ്രസ്സിൻ്റെ ഒരു ജംഗ്ഷനിലെത്തി. അവരാദ്യം നമ്മളെ കണ്ടു കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസൊക്കെ പറയും. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് അതിൻ്റെ അവർ പറയണതിൻ്റെ ഹാഫ് പ്രൈസുമായിട്ട് നമുക്ക് കിട്ടും. സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ബാർഗെയിനിങ് സ്കിൽസ് കുറച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. ഇത് ഞങ്ങളിപ്പോൾ ഏതോ ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിങ് കോംപ്ലക്സിൽ ഞങ്ങൾ മെയിൻലി ടോപ്സിനേക്കാളും കൂടുതൽ കണ്ടത് മെറ്റീരിയൽസാണ്. നമുക്ക് വെഡ്ഡിങ് പാർട്ടീസ് അതിനൊക്കെ നല്ല ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ഭയങ്കര ചീപ്പ് റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ മോസ്റ്റ്ലി ടോപ്സ് നോക്കി വന്നതുകൊണ്ട് മെറ്റീരിയൽസ് അധികം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തില്ല. ഞങ്ങളതെല്ലാം കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ പുറത്തോട്ട് പോയായിരുന്നു. മിക്ക മുംബൈ മാർക്കറ്റ്സും റോഡ് സൈഡിലാണ്. നമുക്ക് ചീപ്പ് റേറ്റിന് ബാഗ്സും ചപ്പൽസും അങ്ങനെ മോസ്റ്റ് ഓഫ് ദ ഓൾ തിങ്സ് വി നീഡ് നമുക്ക് അവിടെ തന്നെ കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നടന്ന് ഓൾമോസ്റ്റ് രാത്രിയായി. പിന്നെ ഞങ്ങളൊരു ഷുഗർ കെയിൻ ജ്യൂസൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. മാർക്കറ്റിൽ തന്നെ ചെറിയ ഷോറൂംസ് ഉണ്ടാവും. അതിലാണ് മോസ്റ്റ്ലി ജീൻസിൻ്റെയൊക്കെ കളക്ഷൻസ് കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ ഷോറൂം വിസിറ്റോടെ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ബാൻഡ്ര ഷോപ്പിംഗ് കൺക്ലൂഡ് ചെയ്ത് പിന്നെ ബാക്ക് ടു ബാൻഡ്ര സ്റ്റേഷൻ. അപ്പോൾ രാത്രിയാണെങ്കിൽ ബാൻഡ്ര സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വിത്ത് ഓൾ ദ ലൈറ്റ്സ്. ഇനിയും ഇതേപോലെ നല്ല വീഡിയോസ് ഞങ്ങൾ തിരിച്ചു തരുന്നതായിരിക്കും. സോ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബും ചെയ്യുക. ബൈ ബൈ.